പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിശ്വാസം നിന്നെ ദൈവത്തോട് ഘടിപ്പിക്കുന്ന കണ്ണിയാണ്. വിശ്വാസം നിന്റെ ലോക ജീവിതത്തെ സുഖപ്രദമാക്കി ലോക ജീവിതത്തെ ആസ്വദിച്ച് എങ്ങനെയെങ്കിലും ജീവിക്കുന്ന ലക്ഷ്യത്തിലേക്കല്ല കൊണ്ടുപോകുന്നത്. വിശ്വാസം നിന്നെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആക്കി മാറ്റുകയല്ല ചെയ്യുന്നത്. വിശ്വാസം നിന്നെ ദൈവത്തിന്റെ നിത്യതയിലേക്ക് ഉറ്റുനോക്കുവാൻ നിന്റെ കണ്ണുകളെ തുറക്കുന്നതാണ്. നിത്യതയിൽ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, യാതൊരു മനുഷ്യന്റെ ഹൃദയത്തെ തോന്നിയിട്ടില്ലാത്ത ആത്മീയ സമ്പത്തുകളുടെ ആകത്തുക ഗ്രഹിക്കുവാൻ നിന്റെ കണ്ണിനെ തുറപ്പിക്കുന്നതാണ്. അത് വിശ്വാസം നിന്നെ ലോകത്തിലേക്ക് ബന്ധിപ്പിക്കുന്ന കണ്ണിയല്ല. വിശ്വാസം നിന്നെ ദൈവവുമായി കണ്ണി ബന്ധിപ്പിക്കുന്ന, നിത്യജീവനുമായി ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ്. 21-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികൾക്ക് പറ്റുന്ന ഒരു അബദ്ധം എവിടെയാണ്? ദൈവമക്കൾക്ക് പറ്റുന്ന ഒരു അബദ്ധം എവിടെയാണ്? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ലക്ഷ്യം ലോകത്തിലായി പോകുന്നു. നമ്മുടെ ലക്ഷ്യം ലോകത്തിലായി പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ഉദാഹരണമായി ചിന്തിച്ച് നോക്കിക്കേ. ഞാൻ പറയാണ്, ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞെന്നാൽ ഞാൻ എന്താ ലക്ഷ്യമിടുന്നെന്നറിയാമോ? ദൈവം എന്നെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാ മറ്റൊരിടത്തു നിന്നൊരുവൻ കരയുന്നു, ഓ ഞാൻ 10 വർഷമായി പ്രാർത്ഥിക്കുന്നു, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു, ഞാൻ ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ജീവിതത്തിന് എന്താ ഒരു അനുഗ്രഹം ഉണ്ടാകാത്തത്? ചോദിക്കുകയാണ്, എനിക്കെന്തുകൊണ്ടാണ് ഒരു അനുഗ്രഹം ഉണ്ടാകാത്തത്? നമുക്ക് ആ വ്യക്തിയോട് ചോദിക്കാം, സഹോദര, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടു എന്ന് നിനക്ക് ബോധ്യമുണ്ടോ? ഉണ്ട്. അത് അനുഗ്രഹമല്ലെന്ന് തോന്നുന്നുണ്ടോ? അത് അനുഗ്രഹമല്ലെന്ന് തോന്നുന്നുണ്ടോ? സഹോദര, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് നിനക്ക് തോന്നുന്നോ? അതെ, അത് അനുഗ്രഹമല്ലയോ? പ്രൈസ് ദി ലോർഡ്. പിന്നെ എൻ്റെ സഹോദര, നീ അനുഗ്രഹമെന്ന് പറയുന്നത് എന്തിനെയാണ്? എവിടെയോ നമ്മുടെ കാഴ്ചപ്പാട് വികലപ്പെട്ടു പോയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ ഉണരുക, ദൈവസഭയെ ഉണരുക. ദൈവത്തിന് സ്തോത്രം. വിശ്വാസം നമ്മളെ ലോകത്തോട് ബന്ധിപ്പിക്കുന്ന കണ്ണികളല്ല. വിശ്വാസത്താൽ ഇതെല്ലാം നമുക്ക് നേടുവാൻ കഴിയും. പക്ഷേ അത് വെള്ളയായിട്ടിരിക്കുമെന്ന് ഓർത്തുകൊള്ളുക. എന്നാൽ വിശ്വാസത്തിൻ്റെ കാതലെന്ത് എന്ന് കണ്ടുപിടിച്ച് നമുക്ക് ഉണരുവാനുള്ള സമയങ്ങളായിരിക്കുന്നു. എത്ര പേർക്കത് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് ശിഷ്യന്മാർ വന്നിട്ട് പറയാണ്, കർത്താവേ, ഞങ്ങളുടെ ട്രിപ്പ് വളരെ വളരെ നന്നായിരുന്നു. യേശു ചോദിച്ച്, എന്തുവാ നന്നായിരുന്നെന്ന് പറഞ്ഞാറ്റം? അതോ കർത്താവേ, രോഗികളൊക്കെ എത്ര സൗഖ്യമായി എന്നറിയാമോ? കൈവച്ച ഉടനെ രോഗികൾ സൗഖ്യമായി. അത് മാത്രമല്ല കർത്താവേ, ഭൂതങ്ങളും നിന്റെ നാമത്തിൽ വിട്ടുപോയി. ഓ, അത് ഞങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം. പ്രൈസ് ദി ലോർഡ്. അത്ര എക്സൈറ്റഡ് ആയിട്ട്, അത്ര ഉത്സാഹഭരിതരായിട്ട് യേശുവിനോട് വന്ന് റിപ്പോർട്ട് പറയുമ്പോൾ യേശു കർത്താവ് ആ മക്കളെ തിരുത്തുന്നുണ്ട്. മക്കളെ, ഭൂതങ്ങൾ കീഴടങ്ങുന്നതിലല്ല. അത് നടന്നില്ലെങ്കിൽ നിങ്ങൾ അതിശയിക്കണം. അത് നടക്കണം, അത് നടക്കണം, അത് നടക്കണം. പിശാചിനെ അടിക്കുവാൻ ദൈവത്തിന്റെ പുത്രൻ വന്നതുകൊണ്ട് അത് നടക്കണം, അത് നടക്കണം. പറഞ്ഞാട്ട് അത് നടക്കണം. ഭൂതങ്ങൾ പുറത്താകണം, രോഗികൾ സൗഖ്യമാകണം, അത്ഭുതങ്ങൾ നടക്കണം, വീര്യപ്രവർത്തികൾ നടക്കണം, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കണം. ഇന്നും നടക്കണം, 21-ാം നൂറ്റാണ്ടിലും നടക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത് നടക്കണം, അത് നടക്കണം, അത് നടക്കണം, അത് നടക്കണം. എല്ലാ ദിവസവും നടക്കണം, എല്ലാ വർഷവും നടക്കണം, അത് ഇപ്പോഴും നടക്കണം. യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുപോകണം, വിടുതൽ നടക്കണം, രോഗികൾ സൗഖ്യമാകണം, അത്ഭുതങ്ങൾ നടക്കണം, നടക്കണം. അത്ഭുതങ്ങൾ നിന്നു പോയിട്ടില്ല, അതിന്നും നടക്കണം. പക്ഷേ യേശു കർത്താവ് പറഞ്ഞു, മക്കളെ, അത് നടക്കണം. പക്ഷേ നിന്നെ ഏറ്റവും ഉത്സാഹഭരിതനാക്കുന്ന വിഷയം അതായിരിക്കരുത്. നിന്റെ ശ്രദ്ധ അതിലേക്ക് പോകരുത്. അത്ഭുതങ്ങൾ നടന്നു എന്നതിലല്ല നീ സന്തോഷിക്കേണ്ടത്. സ്തോത്രം. നിനക്ക് സന്തോഷിക്കാൻ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു അറിവുണ്ടായിരിക്കണം. എന്താണെന്നറിയാമോ? നിന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേരത് വിശ്വസിക്കും? നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു.
എന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. എന്റെ സന്തോഷത്തിന്റെ ആധാരം എന്തെന്നറിയാമോ? ഞാൻ തുള്ളി ചാടുന്നതിന്റെ ആധാരം എന്തെന്നറിയാമോ? എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആ ആധാരത്തിൽ ഞാൻ തുള്ളിച്ചാടുമ്പോൾ ലോകത്തിലുള്ള ഒന്നിനും എന്നിലെ ആ സന്തോഷത്തെ കവരുവാനായിട്ട് സാധ്യമല്ല, 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 സാധ്യമല്ല. ഹല്ലേലൂയ. മറ്റ് പലതും പിശാച് കവർന്നു കൊണ്ടുപോകും, മറ്റു പലതും പിശാച് പിടിച്ചെടുത്തുകൊണ്ട് പോകും. എന്നാൽ എന്നിൽ തന്നിരിക്കുന്ന സന്തോഷം, എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിനാൽ എന്നിൽ വന്നിരിക്കുന്ന ആത്മീയ സന്തോഷത്തെ കവർച്ച ചെയ്യുവാൻ പിശാചിന് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ആദ്യത്തെ ഭാര്യ പെർസീസ് മരിച്ചപ്പോൾ ആ മൃതശരീരത്തിന് മുമ്പിൽ നിന്നുകൊണ്ടും ഞാൻ ചിരിക്കുവാൻ ശ്രമിച്ചു. അന്ന് വൈകുന്നേരം നടന്ന ആരാധനയിൽ ഞാൻ കരങ്ങളടിച്ചുകൊണ്ട് ശക്തമായി പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ലീഡേഴ്സ് മീറ്റ് ഞാൻ ആരാധന ലീഡ് ചെയ്തു. ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്, പകച്ച് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, എന്തോ നിങ്ങൾ പകച്ച് നിൽക്കുന്നത്? ഞാൻ കരയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തിനു കരയണം? എനിക്ക് തുള്ളിച്ചാടി ആരാധിക്കാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് വയ്യ? പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ മറ്റെല്ലാം പിശാച് പിടിച്ചു പറിക്കും, പക്ഷേ എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിനാൽ എനിക്ക് സന്തോഷിക്കുവാനുള്ള യഥാർത്ഥ വിഷയത്തെ ചൂഷണം ചെയ്യുവാൻ, അതിനെ കവർന്നെടുക്കുവാൻ പിശാചിന് കഴിയത്തില്ല. ഏത് പ്രതികൂലത്തിന്റെ മധ്യത്തിലും, ഏത് പ്രശ്നങ്ങളുടെ മധ്യത്തിലും, ചുറ്റും പ്രശ്നങ്ങൾ വളഞ്ഞിരുന്നാലും അതിനെ മധ്യത്തിൽ നൃത്തം ചെയ്യുവാൻ ഹല്ലേലൂയ ഒരു ദൈവത്തിന്റെ പൈതലിന് കഴിയും. സ്തോത്രം, 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 സ്തോത്രം. ലോകത്തിലുള്ള കാര്യങ്ങളിലാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണം നമ്മൾ കണ്ടെത്തുന്നതെങ്കിൽ അതിനെയൊക്കെ പിടിച്ചു പറിച്ചുകൊണ്ട് പിശാച് പോകുമ്പോൾ സന്തോഷം അങ്ങ് പോകും. സ്തോത്രം. എന്നാൽ സന്തോഷിക്കാനുള്ള കാരണം നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് സന്തോഷിക്കാൻ കഴിയും? എത്ര പേർക്ക് സന്തോഷിക്കാൻ കഴിയുന്നു? ആ കാര്യങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് പറയാമോ? എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ആ വിശ്വാസത്തിൽ ദൈവത്തിന് സ്തോത്രം ഉണ്ടാകുന്ന വിശുദ്ധീകരണം, അത് നിങ്ങൾ എന്തിലേക്ക് നടത്തുന്നു? അതാണ് വാസ്തവത്തിൽ നിങ്ങളെ പ്രാർത്ഥനയിലേക്ക് നടത്തേണ്ടത്. അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി എന്തോ ചെയ്യണം? ആത്മീക വർധനവ് വരുത്തണം. സ്തോത്രം. ഞാൻ പറഞ്ഞ ആത്മീയ വർധനവ് എന്താണ്? വിശുദ്ധിയിലുള്ള വളർച്ചയാണ്. യേശുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായിക്കൊണ്ടിരിക്കുന്ന ആ വിശുദ്ധിയിലുള്ള വളർച്ചയാണ് ആത്മീയ വർധനവ് എന്ന് പറയുന്നത്. അതിന്